നമ്മൾ കാണുന്നതാണ് മഹാനായിട്ടുള്ള പോക്സോ ഫിലിപ്പ്. ഫിലിപ്പ് ക്യാമറയ്ക്ക് മുമ്പിലും ഓഡിയൻസിന്റെ മുമ്പില് സ്റ്റേജിലും ഒക്കെ മാത്രമാണ് മോട്ടിവേഷണൽ സ്പീക്കർ. രാത്രിയുടെ മറവിൽ നല്ല ഒരു പഞ്ചാരക്കുട്ടനും ഒരു കാമദേവനുമാണ് ഫിലിപ്പ്. അപ്പൊ ഫിലിപ്പ് ഏതോ ഒരു പെണ്ണിനോട് സംസാരിച്ച ലീക്കായിട്ടുള്ള ഓഡിയോ സന്ദേശമുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ചക്കരേ പൊന്നേ മുത്തേ ഞാൻ വരുവാടി മുത്തേ. 16 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവന് നിക്കപ്പുറതി ഇല്ലാതെ വന്ന് വീട്ടിലിട്ടും പീഡിപ്പിച്ച് പല ലോഡ്ജുകളിലും കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിന് നല്ല രൂപത്തിൽ ഇവൻ കൗൺസിലിംഗ് കൊടുത്ത് പിടിയിലായ ഒരു വേന്ദ്രനാണ്. ഇവൻ പറയുന്നത് ഇസ്ലാമിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ, ഖുർആനിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഈ രൂപത്തിലുള്ള മാനസാന്തരം ഉണ്ടായത് എന്നാണ് ഇവൻ പറയുന്നത്. കാക്കി ഊരി വെച്ചിട്ട് കന്തൂറയിടാൻ ആഗ്രഹിച്ച ആ ഒരു യൗവനമുണ്ടല്ലോ, നമ്മൾ കാണാതെ പോകരുത്. പോക്സോ ഫിലിപ്പ്, അതെ, ഇരുളിന്റെ മറവിൽ ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാക്ക 16കാരിയെ ഒന്ന് പണിയാനിറങ്ങി. ഉടനെ തന്നെ കാക്ക അകത്താകുകയും ചെയ്തു. ഇരിക്കട്ടെ, എന്തായാലും ഇരുളിന്റെ മറവിൽ നമ്മുടെ പോക്സോ ഫിലിപ്പിന് ചില ഉപദേശങ്ങൾ നൽകാനുണ്ട്. കൗൺസിലിംഗ് അല്ല, മോട്ടിവേഷൻ ക്ലാസ്, ഹലാൽ മോട്ടിവേഷൻ ക്ലാസ്. കേൾക്കൂ പൊന്നേ മുത്തേ. എന്നെ വിളിക്കണം, നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സത്യം നീ ഉറങ്ങണ്ട. നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം. എനിക്കതല്ലേ ബുദ്ധിമുട്ട്, എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിനക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാനല്ല ബുദ്ധിമുട്ട്, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. കാരണം ഈ ഉപദേശം എന്ന് പറയുന്നത്, ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളു നിറയെ സ്നേഹമാണ്. കിടന്ന് തിങ്ങി വിങ്ങി നിൽക്കുമ്പോൾ എനിക്ക് ആ സ്നേഹം ഒന്ന് പുറത്തേക്ക് എറിയണം, വാരി വിതരണം. അതുകൊണ്ട് നീ എന്നെ വിളിച്ചിട്ട് കിടന്നാ മതി, അതല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ലെന്നേ. അതുകൊണ്ട് എന്നെ നീ വിളിക്കണം. നീ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കണം. തിങ്ങി നിൽക്കുക. ഇത് നമ്മുടെ ഫിലിപ്പൂട്ടി ചേട്ടന്റെ മാത്രമായിട്ടാണ്. പിന്നെ ഫിലിപ്പൂട്ടി ചേട്ടനോട് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞല്ല, എന്റെ അപ്പന്റെ പേരും ഫിലിപ്പ് എന്നായതുകൊണ്ട് ഫിലിപ്പിനെ ആരും തെറി പറയരുത്. കാരണം അതെന്ത് തന്നേക്ക് വിളിക്കുന്ന ഒരു ഫീല് വരും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ 16 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് വന്ന് പോക്സോ വന്നപ്പോൾ നമ്മളിൽ പലരും പറഞ്ഞു ഇയാൾ മാഫിയ, ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ഇയാളെ കുടിക്കിയതായിരിക്കും. പക്ഷെ ഇയാള് ലഹരി മാഫിയ. അതെ, പലരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇവൻ പോക്സോ മാഫിയയുടെ ആളാണെന്ന് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞതാ. അതായത് ഇസ്ലാമിനോട് ചാഞ്ഞും ചരിഞ്ഞും ഇസ്ലാമിനെ പൊക്കിയും പുകഴ്ത്തിയും പെയിന്റ് അടിച്ച് നിന്നാൽ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാലേ കൊടുത്തു വാങ്ങുന്ന പ്രസ്ഥാനമാ. ഒരാളെ പൊക്കിയെടുക്കും, ഇസ്ലാമിനെ വാനോളം പൊക്കാൻ. അതിന്റെ ബെനിഫിറ്റും മൊത്തവും ഇസ്ലാം ഊറ്റിപ്പിഴിഞ്ഞെടുത്തിട്ടേ അവനെ ഒഴിവാക്കൂ. അതുകൊണ്ട് ഫിലിപ്പിനെ കൊണ്ട് ഇസ്ലാമിന് ചില ചില്ലറ ഉപകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമല്ല. അപ്പോ കാക്ക ആദ്യം തന്നെ രംഗത്തിറങ്ങിയപ്പോഴേ ആളുകൾ പറഞ്ഞു, അയ്യോ മുസ്ലിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് സംഘികൾ കുടുക്കിയതാണ്. അല്ല, നമ്മുടെ പോക്സോ ഫിലിപ്പിനെ ലഹരി മാഫിയയും കുടുക്കിയതല്ല. അയാളെ കുടുക്കിയത് അയാളുടെ ഉള്ളിലുള്ള മറ്റേ ഹോർമോൺ ഉണ്ടല്ലോ, ആ ഹോർമോൺ 16 വയസ്സുള്ള പെണ്ണിനെ കണ്ടപ്പോൾ ആ ഹോർമോൺ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഹൈപ്പോതലാമസിൽ ഉദ്ദീപിപ്പിച്ചിട്ട് ഇവനോട് പറഞ്ഞു, ഫിലിപ്പേ, ആ 16കാരി നിന്നെ ഇങ്ങനെ നോക്കി ദാഹിക്കുന്നുണ്ട്. ഫിലിപ്പേ, കേറി പിടിച്ചോളൂ. കാരണം നിസാഉക്കും ഹർത്തുല്ലക്കും ഫഅതു ഹർത്തക്കും അന്നാശിയത്തും. ആ 16കാരി ഉണ്ടല്ലോ ഫിലിപ്പേ, അത് നിന്റെ കൃഷിയിടമാണ്. ആ ഇറച്ചി കഷ്ണം വിളിച്ച് പറയുമെന്നാ പറഞ്ഞു. നമുക്ക് അപ്പൊ അതൊന്നും പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് പോട്ടെ. ഇയാളുടെ ലഹരി മറ്റു പലതുമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇയാളുടെ ഒലിപ്പീരന്റെ പൊന്നോ അജാതി സാധനം, ആൾ പുപ്പുലിയാണ് ഈ സാധനം. അപ്പൊ എന്തായാലും ചേട്ടന്റെ ചില സാധനങ്ങൾ കേൾക്കാൻ തകർ. മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ ഈ പറഞ്ഞ പഞ്ചാര. അപ്പൊ ഈ പഞ്ചാര കുട്ടന്, എന്റെ ഫിലിപ്പൂട്ടിയെ, പഞ്ചാര ഫിലിപ്പൂട്ടിക്ക് ഞാനൊരു സാധനം കേൾപ്പിച്ചു തരാം. അപ്പൊ ആൾക്കാരതൊന്ന് കേൾക്കാം. നിന്റെ വാട്സപ്പ് നോക്കൂ, ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി. വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി, ഇല്ലെങ്കിൽ ഞാൻ ആഴ്ച കള്ളി പെണ്ണെ ഇനിയുണ്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട് പിന്നെ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത് കേട്ടോ. എന്റെ കുഞ്ഞിനെ കാണാതെ വരുന്നു. ഓക്കെ, എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഈ ഫിലിപ്പൂട്ടി ചേട്ടൻ പറന്നു വരും. അതുകൊണ്ട് കുഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. കുഞ്ഞങ്ങ് പോരുത് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ വീട്ടിൽ ആരുണ്ട് പറഞ്ഞു വിട്ടേരും. കാരണം ഫിലിപ്പൂട്ടി ചേട്ടൻ വരുമ്പോൾ അവിടെ ആരും പാടില്ല. ഫിലിപ്പൂട്ടി ചേട്ടന്റെ മാമ്പഴം മാത്രം. മഹമ്പാടൻ
നീ ഫിലിപ്പൂട്ടി മാമ്പാടല്ല, ഫിലിപ്പൂട്ടി പപ്പാ. നീ എവിടെ വിളിച്ചു? ഞങ്ങളുടെ കുഞ്ഞെ അയ്യോ മാറ്റം എന്റെ ജീവനാണ്. പ്രാർത്ഥന നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഈ വയ്യെന്നൊക്കെ പറയുന്നത് കുഞ്ഞെ പ്രാർത്ഥന. അവന്റെ ശ്വാസം അടക്കിയിട്ടുള്ള വർത്താനം കണ്ടപ്പോഴേ എനിക്കറിയാം ഈ ഭൂലോക ഫ്രോഡായിരിക്കും അവന്റെ ആ അയ്യോ അയ്യോ. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? അച്ചായ വന്നോ? ഇല്ല, ഇവൻ ആള് ഗജരാജ ഫ്രോഡാണ്. ഇവന്റെ വേറെ ചില സാധനങ്ങളുണ്ട്. കാരണം പറഞ്ഞാൽ ഇവനെ എടുത്ത് നാട്ടുകാര് പുകഴ്ത്തി ഭയങ്കര സംഭവമായിട്ട് ഞങ്ങളുടെ ഫിലിപ്പൂട്ടി സാർ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാനിച്ചത് വേറെ കൊണ്ടല്ല, നിന്റെ പേരും എന്റെ അപ്പന്റെ പേരും ഒന്നായതുകൊണ്ട് ഒരു ബഹുമാനം എന്റെ അപ്പനും കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാ നിന്റെ മുഖ്യ ഉപദേശം കേട്ടിട്ട് ഞാൻ ഒന്നും പറയാറുണ്ട്. കാരണം പോലീസ് വേഷം ഊരി വെച്ചിട്ട് നിങ്ങളെ ഏറ്റവും ലഹരി മാഫിയക്കെതിരെ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് കേരള പോലീസ് ഇടുന്ന ആ കാക്കി യൂണിഫോമാണ്. അതുണ്ടെങ്കിൽ ഏത് ലഹരിയും തുടച്ചു മാറ്റാൻ കഴിവുള്ള പോലീസുകാരുള്ള നീ ആ വേഷം ഊരി വെച്ചെങ്കിൽ നീ മോട്ടിവേറ്റർ ആയെങ്കിൽ നിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്ന പൈസ ആയിരുന്നു എന്നുള്ളത് ഒരു തർക്കവും ഇല്ല. ഇത്ര നേരം കളിച്ച തമാശ. ഇനി നമ്മൾ കാര്യമായിട്ട് പറയുന്നത്, കാരണം നീ ഇടുന്ന കാക്കി ഊരി വെച്ചിട്ട് നീ പോലീസ് സേനയെ തന്നെയാണ് നാണം കെടുത്തത്. നിനക്ക് ഫംഗ്ഷൻസ് കിട്ടാൻ വേണ്ടി ആ ദുബായിലും അവിടെ ഇടയ്ക്ക് നിനക്ക് പരിപാടി അവതരിപ്പിച്ച് കാശ് ഉണ്ടാക്കി ഫെയിം ആകാൻ വേണ്ടി നീ പോയതിന്റെ തെളിവാണെങ്കിൽ ഇത് കേട്ടോളൂ. എന്തൊക്കെയാണ് ശേഷം പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യാൻ പ്രോഗ്രാം ഏതുമായൊന്നും പ്രശ്നമില്ല. ചെറിയൊരു പരിപാടി അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷൻ പരിപാടി പറയാൻ ഒരു പ്രോഗ്രാം വിളിക്കാൻ വേണം കേട്ടോ. പൊന്നെ എനിക്ക് എന്നെ കാണുന്ന സത്യം വന്നൂടെ? ഞാൻ പറയാം നിന്റെ പൊന്നെ, നിന്നെ ഞാൻ വന്ന് ഈ കിടക്കുന്ന ജയിലിൽ വന്ന് കാണാം. അവിടെ ആവുമ്പോൾ നമ്മളാണ് സെറ്റായിരിക്കും. കാരണം അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഏറ്റവും അറിയാവുന്ന വ്യക്തി ഞാനായിരിക്കും. അപ്പൊ അതോടെ അപ്പൊ നിന്റെ പ്രശ്നം നിനക്ക് പോലീസ് വേഷം ഊരി വെച്ച് നീ നാട് നന്നാക്കാൻ പോയെന്ന് നീ പറയല്ലേ പൊന്നും മാമ്പാടൻ സാറേ. നീ അത് പറയരുത്. നിനക്ക് ആവശ്യത്തിന് പോയിട്ട് നീ പറഞ്ഞ പരിപാടി ചെയ്തിട്ട് ഇത്രയും ചെറ്റത്തരം കാണിച്ചെങ്കിൽ നീ പുറത്തിറങ്ങുമ്പോഴല്ലോ 10 പേര് നീ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഈ സാധനം പറഞ്ഞത്. കേട്ടോ, നീ ഈ സാധനം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരാളെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ നീ അത് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്നെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ നിന്റെ ഇതേ സാധനം കിട്ടി. ഇതിനേക്കാളും വലിയ ബോംബുകളുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അപ്പുറത്ത് പരാതി തരാൻ ആളുണ്ടാവില്ല എന്നുള്ള നിന്റെ വിശ്വാസമാണ് നിന്നെ ഈ പിടിച്ചു നിർത്തിയത്. ഇല്ലേ, ഒരാളും പരാതി തരത്തില്ല എന്നുള്ള ആ പരിപാടി നീ 10 പേര് നിന്നെ എടുത്തിട്ട് വലിയ പുണ്യാളനാക്കി വെച്ചിട്ട് ആ പുണ്യാളനായിട്ട് നിന്നെ കാണുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടെ തള്ളുന്നത്. ഇനി മേലിൽ ഇവന്റെ വീഡിയോയുടെ താഴെ ഈ സാർ അങ്ങനെ ചെയ്യത്തില്ല, ഈ സാറ് പുണ്യാളാന്ന് പറഞ്ഞില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. മാമ്പഴം സാറേ നീ പുറത്തിറങ്ങുമല്ലോ. അപ്പൊ നിന്നെ ഇതൊക്കെ കണ്ടിട്ട് കാണേണ്ടവർ കണ്ടോളൂ. നിന്റെ മറ്റേ ഉപദേശവും ആ അടിയും കൂടി ഒരുമിച്ച് വേണം. നിനക്ക് ഒരെണ്ണമല്ലേ കിട്ടിയുള്ളൂ. ഞാൻ ഈ തരുന്ന നൂലെ കൂടി നീ ഈ കാണിക്കുന്നതിനാൽ നീ ഇതുപോലെ കുറുങ്ങാൻ പോയ പലയിടത്തും നിനക്കുള്ള പണി വരും. വെയിറ്റ് ആൻഡ് സീ. അപ്പം വോയിസ് ഓഫ് അല്ലാതെ കണ്ടിച്ചാൽ ചില ആളുകള് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വളരെ കൊമ്പത്തെത്തുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താ? വീഴ്ചയുടെ ആഘാതവും കൂടുമെന്നാണ്. കാക്കി അഴിച്ചു വെച്ച് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങി ലഹരി വിമുക്ത ക്ലാസ്സുകളിലാണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ സാറിന്റെ ലഹരിയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ചെറുതെന്നും വലുതെന്നും ഒന്നുമില്ല, കൃഷിയിടം കിട്ടിയാൽ മതി. പിന്നെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കണ്ടേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ പോക്സോ ഫിലിപ്പിന്റെ കൂട്ടുകാരാരാ? ഖുർആനും ഹദീസും പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഒക്കെയാ. അപ്പോൾ റിയാലിറ്റി ഷോകളിലൂടെയും ലഹരി വിരുദ്ധ ക്ലാസ്സുകളിലൂടെയും മലയാളികളുടെ അല്ല, ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ പ്രിയങ്കരനായിട്ട് മാറിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പോക്സോ ഫിലിപ്പിന്റെ അറസ്റ്റ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം ഇയാൾ ഇത്തരക്കാരനായിരുന്നോ എന്ന് ആളുകൾക്ക് തോന്നി. മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അറസ്റ്റിലായതോടുകൂടി ഒരു കാലത്ത് സമൂഹം നെഞ്ചിലേറ്റിയ നായകൻ വില്ലനായി മാറുന്ന വിചിത്രമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനു തൊട്ട് മുമ്പാണ് ഒരു മോട്ടിവേഷൻ ദമ്പതിമാർ, ഓർമ്മയില്ലേ? മാരിയോ ജോസഫ്, ജിജി മാരിയോ, ആളുകളുടെ പണം വാങ്ങി മദ്യപിച്ചു പറ്റിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് കുറെ കളസങ്കീറിയ നാടകങ്ങൾ കാണിച്ചിരുന്നു. ആളുകൾക്ക് മനസ്സിലായി ഇതൊക്കെ പണം വർദ്ധിക്കുമ്പോൾ, പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുമ്പോൾ വേണ്ടാത്തതൊക്കെ ചിലത് തോന്നും. അത് തന്നെയാണെന്ന്. ഇപ്പോൾ ഫിലിപ്പ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്തുന്നതിനും
കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനുമൊക്കെയായിട്ട് 1 വർഷം മുമ്പാണ് പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് സ്വയം വിരമിക്കുന്നത്. കാരണം ആ ജോലിക്ക് നിന്നാൽ അത്രയ്ക്കൊന്നും കിട്ടത്തില്ലല്ലോ. എന്തായിരുന്നാലും ഈ വിശ്വാസത്തിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ കൗൺസിലിംഗിന് വേണ്ടിയിട്ട് മമ്പാടുള്ള ഈ ഫിലിപ്പിന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടെ താമസിച്ചു വരികയായിരുന്ന കുട്ടിയെ കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതിയാണ് രക്ഷിതാക്കളുടെ അറിവില്ലാതെ കാസർഗോട്ടേക്ക് കൊണ്ടുപോയത്. അങ്ങനെ കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പലതവണ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് കുട്ടി വിവരം പുറത്തു പറഞ്ഞത്. ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടു. ചേവായൂർ പോലീസ് കേസെടുത്ത് നിലമ്പൂർ പോലീസിന്റെ സഹായത്തോടുകൂടി ഫിലിപ്പിനെ പൊക്കി അറസ്റ്റ് ചെയ്തു. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഫിലിപ്പും അതുപോലെ ഭാര്യ ഡോളിയും കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അച്ഛനെ പേടിച്ച് 14-ാം വയസ്സിൽ നാടുവിട്ടതും മുംബൈയിലെയും ചെന്നൈയിലെയും തെരുവുകളിൽ അലഞ്ഞതുമൊക്കെയായ ഫിലിപ്പിന്റെ കഥ കേട്ട് അന്ന് മലയാളികൾ ഒന്ന് കണ്ണീരണിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിനടിയിൽ കിടന്നുറങ്ങിയ ആ ബാലൻ പിന്നീട് ITI പഠിച്ച് പോലീസ് യൂണിഫോം അണിഞ്ഞത് വലിയൊരു അതിജീവനത്തിന്റെ കഥയായിട്ടാണ് നമ്മൾ കണ്ടത്. ഭാര്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും തോരാതെ സംസാരിച്ച ഫിലിപ്പിന്റെ ആ ഒരു 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 നന്മയുള്ള വൻമരമുണ്ടല്ലോ, ആ നന്മ മരം ഇത്ര വലിയ അപകടകാരിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മദ്യപാനം നിർത്താൻ പച്ചക്കുരുമുളക് ചവച്ചിറക്കിയ കഥ മുതൽ ആയിരക്കണക്കിന് കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച കഥകൾ വരെ ഫിലിപ്പിന്റെ ക്രെഡിറ്റിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഋഷിരാജ് സിംഗും MT വാസുദേവൻ നായരും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. മുൻപ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഷൻ കിട്ടിയപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം അയാൾക്കു വേണ്ടി അണിനിരന്നു. നല്ലവനായിട്ടുള്ള ഒരു കുഞ്ഞടിമ, അങ്ങനെയുള്ള ഒരാളെ മേലധികാരികൾ വേട്ടയാടുന്നു എന്ന ടൈറ്റിലായിരുന്നു പിന്നീട് അങ്ങോട്ട് യുദ്ധം. അങ്ങനെ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു കണ്ണിലുണ്ണിയായി ആളങ്ങോട്ട് വളർന്നു. അന്ന് ഫിലിപ്പിനെ പിന്തുണച്ച പൊതുസമൂഹം ഇന്ന് കല്ലെറിഞ്ഞോടിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി മുമ്പും ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ അതിന്റെ പേരിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോക്സോ ഉൾപ്പെടെയുള്ള ഗൗരവകരമായിട്ടുള്ള കേസാണ്. അപ്പോ എന്തായിരുന്നാലും താൻ നിരപരാധിയാണ്, കേസ് വന്നാൽ ജീവൻ ഒടുക്കുമെന്നൊക്കെ അയാൾ പറഞ്ഞു പോലീസിനോട്. കുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയ കാര്യം സമ്മതിച്ചു. ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് കുട്ടികളെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് അവകാശപ്പെട്ട ഒരാൾ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച പെൺകുഞ്ഞിനെ ഈ രൂപത്തിൽ പിച്ചിക്കീറിയ വാർത്ത കേട്ടപ്പോൾ കേരളം എങ്ങനെയാണോ എടുത്തുടുത്തത് അതുപോലെ തന്നെ വാരി അലക്കുകയും ചെയ്യുന്നു ഇന്ന്.